എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് വിഷുവിന് ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിഷുദിനമായിട്ട് പോലും പല ആളുകൾക്കും തുക വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസെന്റീവ് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ സർവീസ് സഹകരണ സംഘം ജീവനക്കാർ ഈ വിഷുദിനത്തിൽ പോലും വീടുകളിലെത്തി പെൻഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഇപ്പോഴും പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് കമന്റിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. എല്ലാ ആളുകളുടെയും ഒരു സംശയമാണ്, ഇനി ഏപ്രിൽ മാസത്തിൽ ഒരു പെൻഷൻ കൂടി ലഭിക്കുമോ എന്നുള്ളത്. അങ്ങനെ ഈ മാസം 3200 എത്തുമോ എന്നുള്ളത്. കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. പെൻഷൻ വർധനവില്ല, കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തീർത്ത് നൽകും എന്ന്. 3 മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. ഇതിനു മുമ്പ്, അതായത് കഴിഞ്ഞ വർഷത്തെ വിഷുവിനോടനുബന്ധിച്ച് 3200 രൂപ ഒരു കുടിശ്ശികയും 1 മാസത്തെ പെൻഷനും നൽകിയിരുന്നു. ആ ഒരു രീതിയിലുള്ള വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും അത് ഉണ്ടായില്ല. നേരത്തെ, അതായത് മാസം ആദ്യത്തിൽ തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരികയും 10-ാം തീയതി തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തു. ഇനിയും ഈ മാസം സാധാരണത്തെ പോലെ 25-ാം തീയതിക്ക് ശേഷം ഒരു പെൻഷനുകൾ കൂടി ലഭിക്കുമോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം. പക്ഷേ 99% ആ ഒരു തുക ഇനി ലഭിക്കില്ല. ഈ മാസം ഇനിയൊരു പെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കൊടുക്കുകയാണെങ്കിൽ 2 മാസത്തേത് ഒരുമിച്ചാണ് നൽകുക. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനുള്ള ചെലവാണ്. 25 ലക്ഷത്തിലധികം ആളുകൾക്ക് വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ്. അവർ അത് വിതരണം ചെയ്യുന്നതിന് അവർക്ക് ഇൻസെന്റീവ് നൽകുന്നുണ്ട്. ഓരോ ആൾക്ക് വിതരണം ചെയ്യുന്നതിനും നിശ്ചിത തുകയാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് 2 മാസത്തേത് ഒരുമിച്ച് വിതരണം ചെയ്യുകയാണ്. ഒരു തവണത്തെ ഇൻസെന്റീവ് മാത്രം നൽകിയാൽ മതി. ഈ മാസം തന്നെ 2 തവണയായി പെൻഷൻ വിതരണം ചെയ്യുകയാണ് എങ്കിൽ സർക്കാരിന് കോടികൾ ഇൻസെന്റീവ് ഇനത്തിൽ നഷ്ടമാണ്. ഇൻസെന്റീവ് കുടിശ്ശികയാണ് എങ്കിൽ പോലും ആ ഒരു പെൻഷൻ വിതരണം ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ചായിരുന്നു വിതരണം ചെയ്യേണ്ടിയിരുന്നത്. അത് ഒരുമിച്ച് വിതരണം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ മാസം ഇനി പെൻഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 4 ദിവസം മുമ്പ് വിതരണം ആരംഭിച്ചു. വിഷുവിനോടനുബന്ധിച്ച് പൂർണ്ണമായിട്ടും എല്ലാ ആളുകൾക്കും എത്തിച്ചേരും എന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. 14-ാം തീയതിക്ക് മുമ്പ് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തുന്ന രീതിയിലുള്ള വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വിഷുദിനമായിട്ട് പോലും വ്യാപകമായിട്ട് വീടുകളിൽ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസെന്റീവ് 7 മാസത്തേത് വിതരണക്കാർക്ക് ലഭിക്കാനുണ്ട് എങ്കിൽ പോലും ഈ വിഷുദിനമായിട്ട് പോലും അവരുടെ അവധി ദിവസമായിട്ട് പോലും വിതരണക്കാർ വീടുകളിലെത്തി പെൻഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും ഇന്നൊക്കെ പെൻഷൻ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ താഴ്ന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചില സർവീസ് സഹകരണ സംഘങ്ങളിൽ ശനിയാഴ്ച ട്രസ്റ്റിൽ നിന്നും പണം എടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കാത്തതുണ്ട്. അങ്ങനെയുള്ള സംഘങ്ങളിൽ മാത്രം നാളേക്ക് ശേഷമേ ആ ഒരു തുക വിതരണം ഉണ്ടാകുള്ളൂ. നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ ഒരു തുക എത്തിച്ചേരുകയുള്ളൂ. 21-ന് മുമ്പ് അവർക്കെല്ലാം ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര വിഹിതം 200, 300, 500 ഒക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുകയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുണ്ട്. അങ്ങനെ എത്തിയിട്ടുള്ള ആളുകളൊന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിരവധി പേർക്ക് പെൻഷൻ എത്തിയിട്ടില്ല. ചില ബാങ്ക് അക്കൗണ്ടുകളിൽ അവധി ദിവസങ്ങളിൽ ക്രെഡിറ്റ് ആവാതെ ഇരിക്കാറുണ്ട്. ആ കാരണം കൊണ്ടായിരിക്കാം തുടർച്ചയായിട്ടുള്ള ശനിയാഴ്ച, ഞായറാഴ്ച ഇന്നും അവധിയാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള അവധി കാരണമായിരിക്കാം ആ ഒരു തുക എത്താത്തത്. നാളേക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതുമാണ്. തുടർച്ചയായിട്ട് മാസങ്ങളിൽ ആ ഒരു പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇതുവരെ വന്നിട്ടില്ല. ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് എങ്കിലും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയുകയാണ് എല്ലാവരും വില്ലേജ് ഓഫീസിലേക്ക് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടി വരും. ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ അത് കിട്ടും. അത് പിന്നീട് സേവന വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ള 1 മാസത്തെ പെൻഷൻ ലഭിക്കുകയുള്ളൂ. പക്ഷെ അതിനുള്ള ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം അത് ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ മസ്റ്ററിംഗ് ആണ്. അത് ഇപ്പോൾ ഉണ്ടാവില്ല, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ സെപ്റ്റംബറിൽ നടക്കും, അതിനുശേഷമായിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് ഉണ്ടാകുക എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മുമ്പും ഇലക്ഷന്റെ സമയത്ത് മസ്റ്ററിംഗ് നീട്ടിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ
മുമ്പ് പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുണ്ട്. ആ ഒരു അവസരം ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ പരിശോധന ഉണ്ടാകും. വീടുകൾ കയറിയിട്ട് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ, ഇന്ന് വിഷു ദിനത്തിൽ കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കേന്ദ്രവിഹിതം അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള ആളുകളും താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.